മെജോറിറ്റി ഓഫ് ക്ലിനിക്കുകളും നഷ്ടത്തിൽ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റോക്ക് എടുക്കുന്നത് ക്ലിയർ അല്ല എന്നതാണ്. നിങ്ങളുടെ ഒരു ക്ലിനിക് ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക് ഉണ്ടെങ്കിൽ അവിടെ പഴയ മരുന്നുകളുണ്ട്, പുതിയ മരുന്നുകളുണ്ട് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു തളപ്പിഴയുണ്ട്. അത് ചെറിയ പ്രശ്നമല്ല, അത് സാമ്പത്തികം പോകുന്ന വലിയൊരു പ്രോബ്ലമാണത്. അവിടെ സ്റ്റോക്കിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോസ് എന്ന് പറയുന്നത് സ്ലോലി നടന്നുകൊണ്ടിരിക്കും. സൊല്യൂഷൻ വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഒരു 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, അതൊരു സിസ്റ്റമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ ആ കൺഫ്യൂഷൻ മാറുകയും ചെയ്യും. ഒന്ന്, സ്റ്റോക്ക് ലിസ്റ്റ് വിസിബിൾ ആക്കുക. കൃത്യമായിട്ടും അവിടെ എത്രത്തോളം കോണ്ടന്റ്, എത്രത്തോളം മെഡിസിൻസ് ഉണ്ട്, സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. 2, എല്ലാ ആഴ്ചയിലും അതിനകത്തൂടെ ഒരു പ്രദക്ഷിണം വെക്കുക. എല്ലാ ആഴ്ചയിലും ഒന്ന് ഗോ ത്രൂ ചെയ്യുക. 3, ട്രാക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനെ കൃത്യമായിട്ടും ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും, കൺഫ്യൂഷൻ മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവുകയും ചെയ്യും. അവിടെ ആര് വന്നാലും പോയാലും ഈ ഒരു സർക്കിളിൽ കൂടെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. സോ ഈ ഒരു സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.